ഹര 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 മഹാദേവ്. ഹര 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 മഹാദേവ്. ഓം ഭൈരവരുദ്രായ മഹാരുദ്രായ കാലരുദ്രായ കൽപ്പാന്തരുദ്രായ വീരരുദ്രായ രുദ്രരുദ്രായ ഘോരരുദ്രായ അഘോരരുദ്രായ മാർത്താണ്ഡരുദ്രായ അണ്ഡരുദ്രായ ബ്രഹ്മാണ്ഡരുദ്രായ ചണ്ഡരുദ്രായ പ്രചണ്ഡരുദ്രായ തണ്ഡരുദ്രായ ശൂരരുദ്രായ വീരരുദ്രായ ഭവരുദ്രായ ഭീമരുദ്രായ അദളരുദ്രായ വിധളരുദ്രായ സുദളരുദ്രായ മഹാതടരുദ്രായ സാതടരുദ്രായ തടാതടരുദ്രായ പാതാളരുദ്രായ നമോ നമഃ. എല്ലാവർക്കും നമസ്കാരം. അറിവിൻ്റെയും പ്രകാശത്തിൻ്റെയും പുണ്യരാത്രിയായ മഹാശിവരാത്രിയിലേക്ക് ഏവർക്കും സ്വാഗതം. ധ്യാനനിമഗ്നനായിരിക്കുന്ന ഭഗവാൻ പരമശിവനെ സാക്ഷിയാക്കി ഇന്നത്തെ നമ്മുടെ ശിവരാത്രി വ്ലോഗ് ആരംഭിക്കാം. ലോകത്തെ മുഴുവൻ തന്നിലേക്ക് ആവാഹിക്കുന്ന ആ ശാന്തതയോടെ നമുക്ക് ഈ പുണ്യദിനത്തിൻ്റെ ഐതിഹ്യങ്ങളിലേക്ക് കടക്കാം. ശിവരാത്രിയെക്കുറിച്ച് പ്രധാനമായും 3 ഐതിഹ്യങ്ങളാണ് ഭാരതീയ പുരാണങ്ങളിൽ പറയുന്നത്. 1. പാലാഴി മദനവും കാളകൂട വിഷവും. ദേവാസുരന്മാർ അമൃതിനായി പാലാഴി മദനം ചെയ്തപ്പോൾ അതിൽ നിന്നും ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ ശേഷിയുള്ള കാളകൂട വിഷം ഉയർന്നു വന്നു. ലോകരക്ഷാർത്ഥം ഭഗവാൻ ശിവൻ ആ വിഷം പാനം ചെയ്തു. വിഷം താഴേക്ക് ഇറങ്ങാതിരിക്കാൻ പാർവതി ദേവി ഭഗവാന്റെ തൊണ്ടയിൽ അമർത്തിപ്പിടിക്കുകയും വായയിൽ നിന്ന് പുറത്തു പോകാതിരിക്കാൻ ഭഗവാൻ വിഷ്ണു വായ പൊത്തിപ്പിടിക്കുകയും ചെയ്തു. അങ്ങനെ വിഷം തൊണ്ടയിൽ തങ്ങി നിൽക്കുകയും ഭഗവാന്റെ കണ്ഠം നീല നിറമാവുകയും ചെയ്തു. ഇതിനാലാണ് ഭഗവാനെ നീലകണ്ഠൻ എന്ന് വിളിക്കുന്നത്. ഭഗവാന് ആപത്തു വരാതിരിക്കാൻ ദേവന്മാരും ഭക്തരും അന്ന് രാത്രി ഉറക്കമിളച്ച് പ്രാർത്ഥിച്ചു. ആ രാത്രിയാണ് നമ്മൾ ശിവരാത്രിയായി ആഘോഷിക്കുന്നത്. 2. ബ്രഹ്മാവും വിഷ്ണുവും തമ്മിലുള്ള തർക്കം. ബ്രഹ്മാവും വിഷ്ണുവും തങ്ങളിൽ ആരാണ് ശ്രേഷ്ഠൻ എന്ന കാര്യത്തിൽ തർക്കമുണ്ടായി. അപ്പോൾ അവരുടെ മുന്നിൽ ആദിയും അന്തവുമില്ലാത്ത ഒരു വലിയ അഗ്നിസ്തംഭം പ്രത്യക്ഷപ്പെട്ടു. അതിൻ്റെ അറ്റവും ചുവടും കണ്ടെത്തുന്നവനാണ് ശ്രേഷ്ഠൻ എന്ന് തീരുമാനിച്ചു. വിഷ്ണു വരാഹരൂപത്തിൽ താഴേക്കും ബ്രഹ്മാവ് ഹംസരൂപത്തിൽ മുകളിലേക്കും സഞ്ചരിച്ചു. എന്നാൽ 2 പേർക്കും ലക്ഷ്യത്തിലെത്താൻ കഴിഞ്ഞില്ല. ഒടുവിൽ ആ അഗ്നിസ്തംഭത്തിൽ നിന്ന് ഭഗവാൻ ശിവൻ പ്രത്യക്ഷനായി. അഹങ്കാരം വെടിഞ്ഞ ഇരുവരെയും ഭഗവാൻ അനുഗ്രഹിച്ചു. ഈ തർക്കം നടന്നത് ഒരു ശിവരാത്രി നാളിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. 3. ശിവപാർവതി പരിണയം. ഹിമവാന്റെ പുത്രിയായ പാർവതീദേവി കഠിനമായ തപസ്സിലൂടെ ഭഗവാൻ ശിവനെ ഭർത്താവായി സ്വീകരിച്ചത് ഈ പുണ്യദിനത്തിലാണെന്നും സങ്കല്പമുണ്ട്. അതിനാൽ ഇത് പ്രകൃതിയുടെയും പുരുഷൻ്റെയും സംഗമദിനം കൂടിയാണ്. ശിവരാത്രി വെറുമൊരു ആഘോഷമല്ല, മറിച്ച് അത് നമ്മുടെ ഉള്ളിലെ ഇരുട്ടിനെ നീക്കി വെളിച്ചം നിറയ്ക്കുന്ന വലിയൊരു ആത്മീയ പാഠമാണ്. ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായും 3 കാര്യങ്ങളാണ് നാം ഓർക്കേണ്ടത്. 1. അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക്. ശിവരാത്രി എന്ന വാക്കിൻ്റെ അർത്ഥം ശിവൻ്റെ രാത്രി എന്നാണ്. രാത്രി അജ്ഞാനത്തിൻ്റെയും തമസിൻ്റെയും പ്രതീകമാണ്. ആ രാത്രിയിൽ ഉറക്കമിളച്ച് ഭഗവാനെ ധ്യാനിക്കുന്നതിലൂടെ നമ്മുടെ ഉള്ളിലെ അജ്ഞാനമാകുന്ന ഇരുളിനെ മാറ്റി അറിവാകുന്ന പ്രകാശത്തെ സ്വീകരിക്കുകയാണ് നാം ചെയ്യുന്നത്. 2. മനസ്സിൻ്റെ നിയന്ത്രണം. നമ്മുടെ മനസ്സിൻ്റെ പ്രതീകമാണ് ചന്ദ്രൻ. ശിവരാത്രി വരുന്നത് കറുത്ത പക്ഷത്തിലെ ചതുർദശി നാളിലാണ്. ഈ സമയത്ത് ചന്ദ്രൻ ഏറ്റവും ക്ഷയിച്ചിരിക്കും, അതായത് മനസ്സ് ഏറ്റവും ബലഹീനമായിരിക്കും. ഈ സമയത്ത് നാം ഓം നമഃശിവായ മന്ത്രം ജപിക്കുന്നതിലൂടെ മനസ്സിനെ പൂർണ്ണമായും നിയന്ത്രിക്കാനും ഏകാഗ്രമാക്കാനും നമുക്ക് സാധിക്കുമെന്നാണ് വിശ്വാസം. 3. ലോകരക്ഷയുടെ സന്ദേശം. ലോകത്തെ നശിപ്പിക്കാൻ വന്ന കാളകൂട വിഷം സ്വയം പാനം ചെയ്ത് ലോകത്തെ രക്ഷിച്ച ഭഗവാന്റെ കഥ നമുക്കറിയാം. മറ്റുള്ളവർക്കായി സ്വയം ത്യാഗം ചെയ്യാനും നന്മയുടെ പാതയിൽ സഞ്ചരിക്കാനുമുള്ള വലിയൊരു സന്ദേശമാണ് ശിവരാത്രി നമുക്ക് നൽകുന്നത്. ആത്മീയമായി നോക്കിയാൽ പ്രകൃതിയും പുരുഷനും ഒന്നാവുന്ന രാത്രിയാണിത്. പ്രപഞ്ചത്തിലെ ഊർജം ഏറ്റവും ഉയർന്ന നിലയിൽ നിൽക്കുന്ന ഈ സമയത്ത് വ്രതമെടുക്കുന്നത് ശാരീരികവും മാനസികവുമായ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. മഹാശിവരാത്രിയുടെ ഐതിഹ്യങ്ങളെക്കുറിച്ചും 2026 ഈ പുണ്യദിനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമുള്ള ഇന്നത്തെ നമ്മുടെ വ്ലോഗ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അറിവിൻ്റെ വെളിച്ചം നിറയുന്ന ഈ രാത്രി നമ്മുടെ ഉള്ളിലെ എല്ലാ തിന്മകളെയും അകറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഭഗവാൻ പരമശിവൻ്റെ അനുഗ്രഹം നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിലും എപ്പോഴും ഉണ്ടാകട്ടെ.
ഏവർക്കും ഒരിക്കൽ കൂടി ഐശ്വര്യപൂർണമായ മഹാശിവരാത്രി ആശംസകൾ നേരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഓം നമഃ